നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പണി പാലും വെള്ളത്തിൽ കിട്ടിയിരിക്കുകയാണ് അർജന്റീനയ്ക്ക് വീണ്ടും. അതായത് താരങ്ങൾക്കെതിരെ വേൾഡ് കപ്പ് ഫൈനലിൽ അടിയുണ്ടാക്കിയതിന് നല്ല വിലക്കും പിഴയും കിട്ടിയല്ലോ. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തു. ഇതാ ആ സെമി ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ജയിച്ചതിന് ശേഷം ഒരു ബാനർ പിടിച്ചില്ലേ? ആ ബാനർ പിടിച്ചതിന് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള പിഴ കിട്ടിയിരിക്കുന്നു. കൂടാതെ അടുത്ത 2 മത്സരങ്ങൾക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് സ്പെക്ടേറ്റേഴ്സിനെ വെച്ച് കളിക്കേണ്ട അവസ്ഥയും വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ പ്രഖ്യാപനം ഫിഫ നടത്തിയിരിക്കുന്നു. നമുക്കറിയാം, അന്ന് ഫോക്ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ബാനറാണ് താരങ്ങൾ പിടിച്ചത്. ആ ബാനറിൽ ഫോക്ലാൻഡ് അർജന്റീനയുടേതാണ് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ദ്വീപുകൾ, ഫോക്ലാൻഡ് ദ്വീപുകൾ അർജന്റീനയുടേതാണ് എന്നാണ് എഴുതിയിരുന്നത്. ലാസ് മാൽവിനാസ് സോൺ അർജന്റീന എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ബാനറിൽ ഉണ്ടായിരുന്നത്. അതിന് ആ ഒരു മാൽവിനാസ് എന്നാണ് അവർ വിളിക്കുക, അർജന്റീനക്കാർ ഫോക്ലാൻഡ് ഐലൻഡുകൾ വിളിക്കുക. അതിനാണിപ്പോൾ വലിയ രൂപത്തിലുള്ള പിഴയും അതുപോലെ ഇത്തരത്തിലുള്ള പരിമിതമായിട്ടുള്ള കണികൾ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇനി 2 കളികൾ നടത്താൻ പറ്റുകയുള്ളൂ, ഹോം മത്സരങ്ങൾ നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള വിധിയും വന്നിരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് ഫിഫ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു. അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഹാസ് ബീൻ ഫൈൻഡ് $321,000 $321,000 ആണ് അവർക്കെതിരെ ഫിഫ ഫൈനിട്ടിരിക്കുന്നത്. അത് മാൽവിനാസ് ബാനർ വേൾഡ് കപ്പിനിടയിൽ പൊക്കിയതിനാണ് അത് എന്ന് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ FA has been ordered to play its next 2 home matches with a limited number of spectators 50%. അതായത് അടുത്ത 2 ഹോം മത്സരങ്ങൾക്ക് 50% സ്റ്റേഡിയം കപ്പാസിറ്റിയുടെ 50% മാത്രമേ ആരാധകരെ കയറ്റാൻ പറ്റുകയുള്ളൂ. പകുതി അടച്ചിട്ട സ്റ്റേഡിയത്തിൽ കളിക്കണം, പകുതി മാത്രം ഓപ്പൺ ആവുകയുള്ളൂ എന്നാണ് അതിനർത്ഥം. സോ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക നഷ്ടം അതിലൂടെയും ഉണ്ടാകും എന്നർത്ഥം. ഓൾറെഡി ഫൈനലിൽ അടിയുണ്ടാക്കിയ താരങ്ങൾക്ക് വിലക്കും പിഴക്ക് വന്നിട്ടുണ്ടല്ലോ. അതായത് പരേഡസിന് 10 മത്സരങ്ങളിലാണ് വിലക്ക്, $90,000 ഫൈന്. മോളിനയ്ക്ക് 7 മത്സരങ്ങളിലാണ് വിലക്ക്, $90,000 ഫൈന്. ആൽമൈഡക്ക് 1 മത്സരത്തിലാണ് വിലക്ക്, $30,000 അദ്ദേഹത്തിന് ഫൈന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും കടുത്ത നടപടികൾ ഫിഫ അർജന്റീനയ്ക്കെതിരെ എടുത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.